നെയിൽ പോളിഷും ഒക്കെ ആയിട്ട് ഞാൻ വന്നേക്കുവാണ്. എന്തിനാന്നല്ലേ, ഇവർക്ക് ഫിഞ്ചസിന്റെ ഇതുങ്ങളെ കൊണ്ട് ഞാൻ DNA എടുക്കാനായിട്ട് പോവാണ്. നോക്കിയപ്പോൾ കുറെ കടകളിലൊക്കെ ഞാൻ തപ്പി, പക്ഷേ എനിക്ക് റിങ് കിട്ടിയില്ല ഇവരുടെ കാലിലിടാനുള്ള. അപ്പൊ ഞാൻ ഓർത്തു എന്നാ പിന്നെ കളർ അടിച്ചോണ്ട് പോകാമെന്ന്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകും. ഓറഞ്ച് കളറ് ഇതിന്റെ ഒരു ചിറകയിലോട്ട് അടിക്കാം. ഇതിനൊരു കളർ ഇല്ലാതായി പോയി. സിൽവർ ഇച്ചിരി ഗ്ലിറ്റർ ഒക്കെ ഉള്ളതുപോലെ വല്ലതും പറയേണ്ട വരും ഇനി. എല്ലാത്തിനും കളറൊക്കെ നെയിൽ പോളിഷൊക്കെ ഇട്ടു. ഇനിയും ഇവരെയും കൊണ്ട് നമുക്ക് DNA ചെയ്യാനായിട്ട് ലാബിൽ കൊണ്ടുപോകണം. അപ്പോൾ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ബേർഡ്സിനെയും കൊണ്ട് DNA എടുക്കാനായിട്ട് പോവാണ്. നമ്മൾ ഇത് 2 കേജ് എടുക്കുന്നുണ്ട്. ഒന്ന് ബേർഡ്സ് ഉള്ള ഈ കേജ്, ഇതിനകത്ത് നമ്മുടെ ഫിഞ്ചസും ആഫ്രിക്കൻ ലവ് ബേർഡ്സും ഉണ്ട്. അവരുടെ DNA ചെക്ക് ചെയ്യാനായിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു എക്സ്ട്രാ കേജ് കൂടെ എടുക്കുന്നുണ്ട്. കാരണം ഇതിൽ നിന്ന് ഹെയർസ് ഇവരെ ഇതിൽ നിന്ന് ഹെയർസ് എടുത്തിട്ട് മറ്റേ എടുത്ത ബേർഡ്സിനെ നമ്മൾ മറ്റേ കേജിലോട്ട് ആക്കും. അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി പോകത്തില്ലേ, ഏതാ എടുത്തെന്ന് അറിയത്തില്ല. അതിനു വേണ്ടി ആർണവാണ് എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. അവനിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ബേർഡ്സിനെ പിടിക്കാനും കേജിൽ എടുത്തു നടക്കാനും ഒക്കെ. എടുക്കാൻ മേലെങ്കിലും അവന് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാനങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നതാണ്. റോഡിലൊക്കെ വന്നു ഭയങ്കര ട്രാഫിക് എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അധികം ട്രാഫിക്കൊന്നും ഇല്ല ഇവിടെ. ഇതൊരു സർവീസ് റോഡാണ്. ഇവിടെ നിന്ന് നമ്മൾ മെയിൻ റോഡിലോട്ട് പോകണം. ഈ റോഡ് അടച്ചേക്കുവാന്ന് അല്ല, ഓപ്പണാ. ഞാൻ ഓർത്തത് അടച്ചേക്കുമായിരിക്കുമെന്ന്. ഈ ഡയഗ്നോസ്റ്റിക് ലാബ് ഒരു 45 മിനിറ്റ്സ് എന്നാണ് കാണിക്കുന്നത് ഗൂഗിൾ മാപ്പിൽ. പക്ഷേ അറിയത്തില്ല എത്ര സമയം എടുക്കുമെന്ന്. ട്രാഫിക്കൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര സമയം നമ്മൾ പറയാൻ പറ്റത്തില്ല ഇവിടെ. കാരണം ഇപ്പോൾ ഓഫീസൊക്കെ വിടുന്ന സമയമാകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാവും റോഡിൽ. ഈ ബേർഡ്സിൻ്റെ DNA ഇപ്പോൾ ചെയ്യേണ്ട വന്നത് കാരണം കഴിഞ്ഞ 4 മാസമായിട്ടും ഒരു റിസൾട്ടും കാണുന്നില്ല. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇനി ഇത് മെയിലും ഫീമെയിലൊക്കെ ആണോ എന്ന് തന്നെ. തിരിച്ചിങ്ങോട്ട് വരുമ്പം ഭയങ്കര ബ്ലോക്കായിരിക്കും. ഇപ്പം തന്നെ അവിടുത്തെ ട്രാഫിക്ക് മൊത്തത്തിൽ ബ്ലോക്കാണ്. If it's too hot, you come down, get down, okay, Arnav? ഇങ്ങോട്ട് കയറി. ഇനിയും എല്ലാം ചെറിയ ചെറിയ റോഡുകളാണ്. ഒരു 7 മിനിറ്റ് എന്നാണ് കാണിക്കുന്നത്. എപ്പോൾ പോയാലും വഴി തെറ്റും എനിക്ക്. കാരണം ഞാൻ ഇത്രയും ബേർഡ്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ കാറിൽ വന്നത്. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഓട്ടോയ്ക്കേ വരാറുള്ളൂ. അതാകുമ്പോൾ ഈ ഇടവഴി കൂടെ എനിക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ 2 കേജൊക്കെ ആകുമ്പോഴത്തേക്ക് ഓട്ടോക്കാരന്മാർ വരികയില്ല. അപ്പോൾ നമ്മളിവിടെ എത്തി. അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, അത് ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് നോക്കാം. ഈ ലാബിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് മിസ്റ്റർ ഗൗതം, ഈ പുള്ളിയാണ് ടെസ്റ്റൊക്കെ ചെയ്യുന്നത്. ബേർഡ്സിൻ്റെ DNA എടുക്കുന്നതിന് മുന്നേ പുള്ളിക്കാരൻ ഹാൻഡ് സാനിറ്റൈസർ വെച്ച് ഹാൻഡ്സൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഒരു എൻവലപ്പ് പോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതുണ്ട്. അതിനകത്തിലാണ് ഓരോ ബേർഡിൻ്റെ നമ്മൾ വെച്ച ഐഡൻറ്റിഫിക്കേഷൻ അനുസരിച്ച് മാർക്ക് ചെയ്ത് എഴുതി വെക്കും. എന്നിട്ട് ഹെയർസ് ചെസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ആണ് റിമൂവ് ചെയ്യുന്നത്. 2 പുള്ള് ഉണ്ട്. ആ 2 പ്രാവശ്യം കിട്ടുന്ന ഹെയറാണ് സെൻഡ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഹെയർസ് എടുത്തിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കവറിനകത്തിലിട്ട് നമുക്ക് സെൻഡ് ചെയ്യാം. പരിപാടി കഴിഞ്ഞു. തിരിച്ച് നടന്നു പോവാണ്. കാരണം ഇങ്ങോട്ട് വണ്ടി ചെറിയ റോഡാണ്, വണ്ടിയിൽ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് നടക്കുക പിള്ളേരെയും കൊണ്ട്. അല്ലേ? അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞു. ഇനിയും നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. എപ്പോൾ അങ്ങ് ചെല്ലുമെന്ന് അറിയാം. എനിക്ക് DNA അറിയണം, എന്നാലല്ലേ നമുക്ക് പെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ DNA ചെയ്യുന്നതാണ്. ഞാൻ ഇത്രയും ബേർഡ്സിനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വാങ്ങിക്കുന്നതല്ല. എനിക്ക് ഇതുപോലെ കടയിൽ പോയിട്ട് നമ്മളറിയാണ്ട് എടുത്തുകൊണ്ട് വന്നതാണ്. അവർ നമുക്ക് മെയിൽ ഫീമെയിൽ ആണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ശരിക്കും 2 പേരിനെയാണ് വാങ്ങിച്ചത്. പക്ഷേ ഇപ്പോൾ എനിക്ക് അത് ഇരട്ടി എടുക്കേണ്ട വന്നു. എനിക്കത് തിരിച്ച് സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് അത്രയ്ക്ക് പൈസ കിട്ടത്തില്ല, നമ്മൾ കൊടുക്കുന്ന പൈസ കിട്ടത്തില്ലല്ലോ വാങ്ങിക്കുമ്പോൾ. അങ്ങനെ ഞാൻ പിന്നെ എക്സ്ട്രാ ഈ 3 ആഫ്രിക്കൻ ലവ് ബേർഡിനെ അങ്ങനെ വാങ്ങിക്കുന്നതാണ് എൻ്റെ ഉള്ളതിനെ പെയർ ചെയ്യിക്കാനായിട്ട്. ഈ കടകളിലൊക്കെ വെച്ചേക്കുന്നവർക്കൊക്കെ ചുമ്മാ അവർക്ക് വിറ്റ്
പോകാൻ വേണ്ടി ആ മെയിൽ ഫീമെയിലാണെന്നും പറഞ്ഞ് ഇങ്ങെടുത്തിങ്ങി തരും. ശരിക്കും അവർക്കിതൊന്നും അറിയത്തൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലർക്കൊക്കെ അറിയാമായിരിക്കും, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാമായിരിക്കും. നോക്കി പെൽവിക് ബോണൊക്കെ ചെക്ക് ചെയ്ത് എടുത്തു തരാൻ അറിയാവുന്നവർക്ക് ഓക്കെ, ചിലപ്പം ശരിയായിരിക്കും, അവർക്കറിയാമായിരിക്കും. പക്ഷേ മോസ്റ്റ് ഓഫ് ദം ആർക്കും എനിക്ക് തോന്നുന്നില്ല അറിയാവുന്നത്. കാരണം എനിക്ക് കിട്ടിയതുങ്ങളെല്ലാം ഞാൻ DNA ചെയ്ത് നോക്കിയപ്പം എല്ലാം ഓപ്പോസിറ്റാണ്. അവർ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് എനിക്കുള്ളത്. ഭയങ്കര. ഇവിടെ DNA ചെയ്യുന്നതിന് സോഫ്റ്റ് കോപ്പി കിട്ടാനാണെങ്കിൽ 150 റുപ്പീസും മറ്റേ ഹാർഡ് കോപ്പി ഒരു കാർഡ് പോലെ കിട്ടാനായിട്ടാണെങ്കിൽ 165 പ്ലസ് കൊറിയർ ചാർജസ്. സാമ്പിള് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് 24 അവേഴ്സിനുള്ളിൽ നമുക്ക് സോഫ്റ്റ് കോപ്പി റിസൾട്ട് അവർ മെസ്സേജ് ചെയ്യും. അത് കഴിഞ്ഞ് 48 അവേഴ്സ് കഴിഞ്ഞ് ഹാർഡ് കോപ്പി റെഡിയാകുമ്പം അതും അവർ സെൻഡ് ചെയ്യും. പക്ഷേ അതിൻ്റെ ഫോട്ടോ ആണ് അയക്കുന്നത്. ബാക്കി കൊറിയറിൽ നമുക്ക് കാർഡും അതിൻ്റെ ഉള്ള ഡീറ്റെയിൽസ് എല്ലാം കൂടെ അവർ കൊറിയർ ചെയ്തു തരും. ഇത് എൻ്റെ കയ്യിലുള്ള നേരത്തെ ചെയ്ത ബേർഡ്സിൻ്റെ DNA കാർഡ്സാണ്. ഇങ്ങനെയാണ് അവർ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇനിയും ബേർഡ്സിനെ ഞാനിപ്പം കേജിൽ കൊണ്ടുവിടത്തില്ല, കാരണം അറിയണമല്ലോ മെയിലും ഫീമെയിലും എന്തോ ആണെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് കേജിലിട്ടാണ് ബ്രീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വീണ്ടും നല്ല ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.